ഹാപ്പി ഡേയ്സ് UK ഫാമിലി വ്ളോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പൂൾ ഹിൽ എന്ന് പറയുന്ന ഫാമിലാണ് വിസിറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി ചെടികൾ, ഗാർഡൻ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഈ ഫാമിൽ വന്നപ്പോൾ ഒത്തിരി ചെടികൾ, പല ടൈപ്പ് ഓർക്കിഡ്സ്, റോസസ്, പിന്നെ പല വെറൈറ്റി, അതായത് സീസണലായിട്ടുള്ള ഇവിടുത്തെ UK ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളൊക്കെ കാണാൻ വേണ്ടി പറ്റിട്ടോ. ഇതുപോലെ നമ്മുടെ കിച്ചൺ ഗാർഡനിലുള്ള വയ്ക്കാനുള്ള പോട്ട്സും അതൊക്കെയുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി പ്രോഡക്ട്സ്, ഗാർഡൻ പ്രോഡക്ട്സൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞി ചെടികൾ, ഇതുപോലത്തെ നല്ല ഗാർഡൻ വെക്കാൻ പറ്റുന്ന ചെറിയ ചെടികൾ. പിന്നെ ഇതൊക്കെ അറിയില്ല, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഈ പിന്നെ എന്താ മാംസാഹാരികളായ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നെപ്പന്തസ്, അങ്ങനത്തെയുള്ള കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒത്തിരി ചെടികൾ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹൗസ് പ്ലാന്റ്സ് ടു പ്യൂരിഫൈ എയർ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്. മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ്, അങ്ങനെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കള്ളിമുൾ ചെടികളുടെ വെറൈറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഒത്തിരി എന്താ മനോഹരമായിട്ടുള്ള ചെടികളാണ് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയതും പിന്നെ നമ്മുടെ ഗാർഡനിന് പുറത്ത് ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റിയതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി കണ്ടു. പിന്നെ നമുക്കൊരു വാങ്ങിക്കുന്നതിനൊരു ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല. പക്ഷെ നല്ല സെലക്ഷനാണ്. ഒത്തിരി സെലക്ഷൻ, അതായത് നല്ല കളക്ഷനുണ്ട്. ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒത്തിരി വെറൈറ്റി കളേഴ്സ് ഉണ്ട്. നല്ല എന്താ പറയുക, മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. അതാണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒത്തിരി ചെടികളാണ് ഇതൊക്കെ. പക്ഷെ നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇത് ലോറ നോബിലിസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ ബേ ലീഫില്ലേ, നാട്ടിലെ ബേ ലീഫിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ കണ്ണൻ ഇതൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ കണ്ട് ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികളാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇതിനകത്തുണ്ട്. അതിൻ്റെ പേരെന്താ, പോർട്ടുലാക്ക എന്നാണ് എൻ്റെ പേര്. വെറൈറ്റി പേരൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സൂര്യകാന്തി, ഷോർട്ടായിട്ടുള്ള സൂര്യകാന്തി പൂവുണ്ട്. പിന്നെ ഒത്തിരി ചെടികളുണ്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഈ പൂ തോന്നി കേട്ടോ. ക്യാമ്പനുല സ്പ്രിംഗ് ബെൽസ് എന്നാണ് എൻ്റെ പേര്. അത് വയലറ്റ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. പിന്നെ ഈ പൂവിൻ്റെ പേരാണ് റോഡോഡെൻഡ്രൻ. അതിൻ്റെ വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ പല വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ നല്ല രസമാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് കാണാൻ. അങ്ങനെ ഇത് അടുത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണ്. എൻ്റെ പേരെന്താ, നെമീലിയാസ് എന്നോ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര്. എൻ്റെ വേരിയസ് കളേഴ്സ് ഉണ്ട്. Wow, it's nice. Oh my god, look at the dahlias. Dahlia, oh my god. Oh my god, oh my god. Oh my god. Cosmos. Oh,
എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തോ ഇത് ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. എൻ്റെ ദൈവമേ. അയ്യോ. ടൈപ്പ് ഓഫ് ഹൈഡ്രാഞ്ചിയസ്. Excited to see. Oh my god. Hydrangea. Wow. Airplane. Airplane. Oh my god. ഈ കാണുന്നതൊക്കെ ഫ്രൂട്ട്സ് ആണ്. ഗ്രേപ്സ്, ഫിഗ്, പിന്നെ ബ്ലൂബെറീസ്, പിന്നെ റാസ്ബെറീസ്, സബോജില്ലി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി ഈ ചെടികളൊക്കെ ഉണ്ട്. ഈ ചെടിയും ഇതിന് മുമ്പ് കാണിച്ച ചെടിയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഇത് വെറൈറ്റി ഓഫ് പ്ലംസ് ആണ്. പ്ലംസ്, ചെറി, അതൊക്കെയാണിത്. ഇത് നമ്മുടെ എന്താ കുങ്ങിണിപ്പൂവിൻ്റെ ഒരു വെറൈറ്റി പോലത്തെ ഒരു ചെടിയാണത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പൂക്കളായിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ പൂക്കളുടെ സെക്ഷൻ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. പിന്നെ നമുക്ക് അക്വേറിയം സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ അവിടെ നല്ല സൂപ്പറായിട്ടുള്ള ഒത്തിരി ഫിഷസ് ഉണ്ട് കേട്ടോ. കുഞ്ഞ് മീനുകളും വലിയ മീനുകളുമായിട്ടുള്ള ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ. അപ്പം നല്ലൊരു സൈറ്റാണ് കേട്ടോ. അവരുടെ നല്ല ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നന്നായിട്ട് അവർ അക്വേറിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കും. ഓക്കെ, നല്ല രസമുണ്ട്. Water, yes. Okay. Water. Look at the fishes there. Look at that. Anna, it's too big. Oh my god, it's like baby shark. Do. Say. Fish ആണോ മോനത്? നോക്ക്. Oh my god. സിസ്കോ ഇക്കാർ. ഇതാണ് മറ്റവന്റെ വീട്ടിൽ. Beautiful. This one. Oh. Oh. Yeah, let's sit down. The golden fish. Here, come on. Shake. What is that color, Kanu? What color is that? What color fish is that? Oh my god. What color is that? Let me know. Please let me know what color is that. It's orange color. Oh. Okay, let's go. Clownfish. This is clownfish. Look at that. Wow.
Yeah, bigger ones. Look at that. Ooh, beautiful stuff. Oh my god. അക്വേറിയം കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ഗാർഡനിലൊക്കെ വെക്കുന്ന ഒത്തിരി സ്കൾപ്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. ബുദ്ധൻ്റെ ഉണ്ട്, പിന്നെ ഏഞ്ചൽ, അങ്ങനെ ഒത്തിരി നല്ല ഇതുണ്ടാറ്. നമ്മൾ ഗാർഡനിൽ ഇങ്ങനെ നമ്മൾ ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ, അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഗാർഡനിൽ ഇരിക്കാനും ഉള്ള സെറ്റപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷൻ കവർ ചെയ്യുന്നത്. Look at that. This is nice, right? This is nice. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ഫൗണ്ടെയിൻസ് ആണ്. ഒത്തിരി ടൈപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഗാർഡന് നമുക്ക് എന്താ പറയുക, നന്നായിട്ട് വയ്ക്കാനും നന്നായിട്ട് അലങ്കരിക്കാനും ഒത്തിരി സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ ഇത് ഫ്ലവേഴ്സ് വെക്കുന്ന പോട്ടാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. വെറൈറ്റി ആയിട്ടുള്ള പോട്ട്സാണ്, നല്ല കളറൊക്കെ ചെയ്തിട്ടുള്ള. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ, തിന്നാൻ ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. Look at how big it is. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിയായിരുന്നു. നല്ല ആ കളർ കാണുന്ന പോലെ തന്നെ നല്ല മധുരം ആണ് കേട്ടോ സ്ട്രോബെറി കഴിക്കാനായിട്ട്. ആ സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.